നമസ്കാരം. പ്രാദേശിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ജ്യോതിസ് കോളേജിൽ വിദ്യാരംഭം. വില്ലിടം ശശീന്ദ്രൻ ചരിഞ്ഞു. കുട്ടികൾക്ക് ബാഗ് വിതരണം നടന്നു. വാർത്തകൾ വിശദമായി. ഇരിഞ്ഞാലക്കുട ജ്യോതിസ് കോളേജിലെ 1ാം വർഷ ബിരുദ ക്ലാസുകളിലേക്കുള്ള വിദ്യാർത്ഥികളുടെ വിദ്യാരംഭ ചടങ്ങുകളുടെ ഉദ്ഘാടനം നടന്നു. ജ്യോതിസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങ് ഇരിഞ്ഞാലക്കുട രൂപതയുടെ ദ്വിതീയ മെത്രാൻ മാർ പോളി കണ്ണൂക്കാടൻ ഉദ്ഘാടനം ചെയ്തു. ജ്യോതിസ് കോളേജ് അഡ്മിനിസ്ട്രേറ്റർ ഫാദർ സെബാസ്റ്റ്യൻ അമ്പൂക്കൻ അധ്യക്ഷത വഹിച്ചു. ജ്യോതിസ് കോളേജ് ഡയറക്ടർ ജോസ് ജി ചിറ്റിലപ്പള്ളി, ജ്യോതിസ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ AM വർഗീസ്, സ്റ്റാഫ് പ്രതിനിധി കൽപ്പ ഷാജു, സ്റ്റാഫ് സെക്രട്ടറി ഷൈനി റാഫേൽ, ജ്യോതിസ് കോളേജ് കൗൺസിലർ ലത സേവ്യർ എന്നിവർ സംസാരിച്ചു. ജ്യോതിസ് കോളേജ് ഡയറക്ടർ ജോസ് ജി ചിറ്റിലപ്പള്ളി സ്വാഗതവും ജ്യോതിസ് കോളേജ് മാനേജർ കൃഷ്ണകുമാർ M നന്ദിയും പറഞ്ഞു. ഓരോരുത്തരിലും ഉണ്ടായിരിക്കേണ്ട സവിശേഷമായിട്ടുള്ള 3 പ്രത്യേകതകളാണ് ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുക. ഒന്നാമത്തേത് ദൈവഭയമാണ് വിധിക്ക് പഠനത്തിന് തുടക്കം കുറിക്കേണ്ടത്. പഠനത്തിന്റെ ലക്ഷ്യം സത്യം അറിയുക എന്നുള്ളതാണ്. സത്യാന്വേഷികളാണ് വിധിക്കായിട്ട് കാത്തു നിൽക്കുന്ന ഓരോ വ്യക്തി. സത്യത്തിന്റെ ഉറവിടം എന്ന് പറയുന്നത് അത് ദൈവമാണ്. ദൈവമാണ്, ഈശ്വരനാണ് സത്യത്തിന്റെ ഉറവിടം. ഈ സത്യത്തെ അറിയാനായിട്ട് ശ്രമിക്കപ്പെടാൻ സത്യത്തിന്റെ ഉറവിടമായിട്ടുള്ള ദൈവത്തെ. ബുധനാഴ്ച രാവിലെയോടെ തളർന്നു വീണ വില്ലിടം ശശീന്ദ്രൻ എന്ന ആന ചെരിഞ്ഞു. വില്ലിടം സ്വദേശി മുരളീധരന്റെയാണ് ആന. മൂക്കനാട് സജീഷിന്റെ പറമ്പിൽ തളച്ചിരുന്ന ആന ബുധനാഴ്ച രാവിലെയോടെ തളർന്നു വീഴുകയായിരുന്നു. പ്രായാധിക്യം മൂലമാണ് ആന ചെരിഞ്ഞത്. ആനയ്ക്ക് 75 വയസ്സിലേറെ പ്രായമുണ്ട്. 60 വയസ്സ് കഴിഞ്ഞ ആനകളെ ഉത്സവങ്ങൾക്ക് എഴുന്നള്ളിക്കുന്നതോ പണിയെടുപ്പിക്കുന്നതോ പാടില്ലെന്നിരിക്കെ ഈ ആനയെ കഴിഞ്ഞ സീസണുകളിലും ഉത്സവങ്ങൾക്ക് എഴുന്നള്ളിച്ചതായി പറയുന്നു. ബുധനാഴ്ച വൈകിട്ട് ക്രെയിൻ ഉപയോഗിച്ച് ആനയെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിലും ശ്രമം പരാജയപ്പെട്ടിരുന്നു. ഇരിഞ്ഞാലക്കുട നമ്പൂതിരി കോളേജിന്റെ ആഭിമുഖ്യത്തിൽ സ്കൂൾ കുട്ടികൾക്ക് സൗജന്യ സ്കൂൾ ബാഗുകളുടെ വിതരണം നടന്നു. ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ നടന്ന വിതരണോദ്ഘാടനം നഗരസഭാ കൗൺസിലർ KK ഹരിദാസ് നിർവഹിച്ചു. നമ്പൂതിരി കോളേജ് ഡയറക്ടർ നാരായണൻ അധ്യക്ഷത വഹിച്ചു. CS അബ്ദുൾ റാഖ്, ഗിരി എന്നിവർ സംസാരിച്ചു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.